എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ എന്ന്. പക്ഷേ ചെറുതെന്ന് തോന്നുന്ന പലതും നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഇത്രയധികം ജീവിതത്തിൽ എഫക്റ്റീവായിട്ടുള്ള കാര്യമായിരുന്നു എന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാനാവും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അല്ലേ? ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകളായിട്ടാണ് രൂപപ്പെടുന്നത്. ഇനി ഒരു മാസം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ തന്നെയാണ്. ഇപ്പോൾ ബാങ്കിൽ ഒരു ലോണുണ്ട്, നമുക്ക് അടക്കാനുണ്ട്, മറ്റ് അടവുകളുണ്ട്, ചിട്ടിയുണ്ട്, വണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ അടവുണ്ട്, കറണ്ട് ബില്ലുണ്ട്, കുട്ടികളുടെ ഫീസ് ഉണ്ട്, മറ്റു ഉത്തരവാദിത്തങ്ങളുണ്ട്. അങ്ങനെ ഒരു മാസത്തെ നമ്മുടെ അടവുകളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ടാകും. ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ വലിയ അസ്വസ്ഥതകളായി രൂപപ്പെടാറുണ്ട് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. കാരണം എന്താണ്? നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിൽ ചെറിയൊരു അലൈൻമെൻറ്റ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്ലാനും തെറ്റിപ്പോകും അല്ലേ? അപ്പോൾ അടവുകൾ തെറ്റും, സാമ്പത്തികമായിട്ടുള്ള ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ മതി, എല്ലാ ബാലൻസും തെറ്റും, ഫൈനാൻഷ്യൽ ബാലൻസ് അവിടെ തെറ്റും. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കറിയാം അടവിൻ്റെ ഡേറ്റുകളൊക്കെ നമുക്ക് അറിയാം, പക്ഷേ കയ്യിൽ പൈസയില്ല എന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ നമ്മൾ എന്ത് ചെയ്യും? മാനസികമായിട്ട് വല്ലാതെ ഡൗൺ ആവും അല്ലേ? മാനസികമായി വലിയ അസ്വസ്ഥതയിലേക്ക് നമ്മൾ വഴുതി വീഴാറുണ്ട്. മിക്ക എല്ലാ മാസങ്ങളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഓരോ കാര്യങ്ങളും അടുക്കുമ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ച് അസ്വസ്ഥരാകുന്നവരാണ് നമ്മൾ. ഇനി മറ്റൊരു മാനസികമായ സ്വസ്ഥത നഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ആരോടെങ്കിലും ഒന്ന് വഴക്ക് കൂടി, അത് സുഹൃത്തുക്കളോടാവട്ടെ മറ്റ് പ്രിയപ്പെട്ടവരോടാവട്ടെ, അങ്ങനെയുള്ളവരോടൊക്കെ നമ്മൾ വഴക്ക് കൂടിക്കഴിഞ്ഞാൽ, അതായത് ബന്ധങ്ങൾക്കിടയിലൊക്കെ നമ്മൾ വഴക്കുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥതയിലേക്ക് തള്ളിയിടുന്ന കാര്യങ്ങളാണ് അല്ലേ? കുറേ ദിവസങ്ങളോളം ഒരുപക്ഷെ ഈ അസ്വസ്ഥത നിലനിൽക്കുന്നുണ്ട്. ഇനി ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷിച്ച ഒരു കാര്യം നടക്കാതെ പോയാലോ? ആ സമയത്തും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവാറുണ്ട്. നമ്മളിപ്പോൾ ബാങ്കിൽ ഒരു ലോണിന് അപ്ലൈ ചെയ്തു, കിട്ടുമെന്ന് നമുക്ക് ഉറപ്പോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അവസാന നിമിഷം ബാങ്ക് പറയുകയാണ് നിങ്ങൾക്ക് ലോണ് തരാൻ പറ്റില്ല എന്ന്. മാനസികമായിട്ട് നമ്മളങ്ങ് തകർന്ന് തരിപ്പണമായി പോകും അല്ലേ? കാരണം അത് കിട്ടിയിട്ട് ഒരുപാട് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയി, കിട്ടിയില്ല. നമ്മുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ കിട്ടി, പക്ഷെ നമുക്ക് കിട്ടിയില്ല. അപ്പോഴും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവും. ഒരു പരീക്ഷയ്ക്ക് പോയി നമ്മൾ വിജയിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്, അപ്പോഴും മനസ്സ് അസ്വസ്ഥമാവാറുണ്ട് അല്ലേ? അപ്പോൾ ജീവിതത്തിൻ്റെ ഏത് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ഇതൊക്കെ നമുക്ക് സമ്മാനിക്കുന്നത് എന്താണ്? മാനസികമായ അസ്വസ്ഥതകളാണ്. മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്താൻ നൂറുകണക്കിന് കാരണങ്ങളാണ് ജീവിതം നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളിതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്തർത്ഥമാണ് നമുക്ക് നൽകാനാവുക? ഈ ജീവിതത്തെ മനോഹരമാക്കണമെങ്കിൽ ഈ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാനാവണം. ഈ സ്വസ്ഥതക്കുറവൊക്കെ നമുക്ക് മറികടക്കാനാവണം. നമുക്ക് എന്താണ് ചെയ്യാനാവുക? ഇവിടെയൊക്കെ നമുക്ക് വളരെ ലളിതമായ, വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ചെയ്തു കഴിഞ്ഞാൽ ഈ സ്വസ്ഥതക്കുറവൊക്കെ നമുക്ക് മറികടക്കാനും കുറെ കൂടി ജീവിതത്തെ മനോഹരമാക്കാനും സാധിക്കും. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന, സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഏത് കാരണമായിക്കോട്ടെ, നമ്മുടെ അടവുകളായിക്കോട്ടെ, ആരോടെങ്കിലും വഴക്ക് കൂടിയ ഒരു സാഹചര്യമായിക്കോട്ടെ, നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യം കിട്ടാതെ പോയതിൻ്റെ ഒരു സമാധാനക്കുറവാവട്ടെ, ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ സുഹൃത്തുക്കളോടാവാം, നമ്മുടെ സഹപ്രവർത്തകരോടാവാം, എന്തിന് നമ്മുടെ അച്ഛനോടോ അമ്മയോടോ ആവാം, നമ്മുടെ കൂടപ്പിറപ്പുകളോടാവാം, നമ്മുടെ പാർട്ട്ണറോടാവാം, നമ്മുടെ മക്കളോടാവാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന ആരോടും നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാം. അങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ പകുതി ഭാരം അപ്പോൾ തന്നെ കുറയും. ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഈ അസ്വസ്ഥത അനുഭവപ്പെടുന്നുവോ,
സ്വസ്ഥത നഷ്ടപ്പെടുന്നുവോ ആ സമയങ്ങളിലൊക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സ് ഓക്കെ അല്ല, നിങ്ങളുടെ മനസ്സ് വളരെ അസ്വസ്ഥമായിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിനുള്ളിലൊക്കെ ചടഞ്ഞുകൂടിയിരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒറ്റയ്ക്കിരിക്കാതിരിക്കുക, വെറുതെ ഇരിക്കാതിരിക്കുക. കാരണം എന്താണെന്നറിയോ, നമ്മുടെ മനസ്സ് ക്ലിയർ അല്ലെങ്കിൽ, മനസ്സ് ഓക്കെ അല്ലെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ, വെറുതെ ഇരിക്കുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മളൊരിക്കലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല ചിന്തിക്കുക. വളരെ നെഗറ്റീവായിട്ടുള്ള തോട്ടുകളാണ് മനസ്സിലൂടെ കടന്നു പോവുക. ഇത് നമ്മുടെ മനസ്സിനെ കൂടുതൽ സമ്മർദ്ദങ്ങളിലേക്ക് തള്ളിയിടും. അതിന് വേണ്ടത്, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഓർക്കാതെ നിങ്ങളുടെ നോർമൽ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാറുള്ളത് ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എവിടെയെങ്കിലും ചടഞ്ഞു കൂടിയിരുന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തോർത്ത് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇനി മൂന്നാമത് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ സാധാരണ ആളുകൾ എന്താ ചെയ്യാറുള്ളത്, വളരെ സാഡായിട്ടുള്ള സോങ്സ് ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, അല്ലെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സിനിമകളൊക്കെ കാണും. ഇതെന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ മനസ്സ് കൂടുതൽ മാനസികമായ സമ്മർദ്ദങ്ങളിലേക്ക് വഴുതി വീഴും അല്ലേ. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ ചിരിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിന് കുറച്ച് സന്തോഷങ്ങൾ നൽകുന്ന തമാശ പരിപാടികളൊക്കെ ഇല്ലേ. ഇപ്പോൾ സിനിമകളിലെ കോമഡി സീക്വൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതൊക്കെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ ചിരിക്കുന്നത്, നമ്മളെല്ലാം തൽക്കാലത്തേക്ക് കുറച്ച് സമയത്തേക്കും മറന്നു പോകുന്നത് നമ്മൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കാണാം, ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഉണ്ടാവും. അത് കൂടുതൽ നമ്മളെ എനർജറ്റിക് ആക്കും, നമ്മളെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും, കുറേ കൂടി വൈഡായിട്ട് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. ആ സമയത്ത് കിട്ടുന്ന ആ ഒരു എനർജി മതി നമുക്ക് ഈ നിലവിലുള്ള ഈ അസ്വസ്ഥതയെ മറികടക്കാൻ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ പ്രശ്നങ്ങളെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് സന്തോഷങ്ങളെ ബിൽഡ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യമായി മാറേണ്ടത്. അതിന് പകരം ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവാതെ സൂക്ഷിക്കുവാൻ നമ്മുടെ മനസ്സിനെ ട്രീറ്റ് ചെയ്യുക, ചികിത്സിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചികിത്സിക്കുമ്പോൾ മനസ്സ് വളരെ പോസിറ്റീവായ ആറ്റിറ്റ്യൂഡിലേക്ക് ബിൽഡ് ചെയ്യും. ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് നേരിടാൻ പറ്റും. 2 ദിവസം നമുക്കൊരു അടവുണ്ട്, കയ്യിൽ പൈസയില്ല, നമുക്ക് പറ്റുന്ന ആളുകളോടൊക്കെ ചോദിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ലഭിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് പണം ഉണ്ടാക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് കിട്ടും. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയി ഫെയിലായി, മറ്റുള്ളവർക്കൊക്കെ കിട്ടി, നമുക്ക് കിട്ടിയില്ല. നമ്മൾ ചിന്തിക്കുന്ന എന്താണ്, നമ്മളൊരു പോസിറ്റീവായ ആറ്റിറ്റ്യൂഡിലേക്ക് എത്തുമ്പോൾ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ മറ്റുള്ളവർക്ക് കിട്ടിയതിനേക്കാൾ നല്ല രീതിയിൽ സാലറിയിലും മികച്ച പോസ്റ്റിലും ഒക്കെ ആയൊരു ജോലി എനിക്ക് നേടിയെടുക്കാൻ പറ്റും, ഞാൻ നേടിയെടുക്കുമെന്നൊരു മാനസികമായ ആറ്റിറ്റ്യൂഡ് അവിടെ ബിൽഡ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടേക്ക് ഒരു പോസിറ്റീവ് വൈബ് രൂപപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് രൂപപ്പെടുന്നത്, നമ്മുടെ മനസ്സ് റിലാക്സ് ആണ്, ഇപ്പോൾ മനസ്സ് ഫ്രീ ആണ്, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയി. അപ്പോൾ മനസ്സിനെ ചികിത്സിക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് മാനസികമായ ഏത് അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സാണ് നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്തത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്താണ്, നമ്മൾ ഓരോ കാര്യത്തിലും എന്ത് നിലപാടുകൾ എടുക്കുന്നു, നമ്മൾ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നു, ഇതാണ് നമ്മുടെ ജീവിതമായിട്ട് മാറുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, നമ്മുടെ മനസ്സിനെ ഏത് പ്രശ്നങ്ങൾക്കിടയിലും ഏത് അസ്വസ്ഥതകൾക്കിടയിലും വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് സംരക്ഷിച്ച് നിലനിർത്തുക എന്നുള്ളതാണ്, ശാന്തമായി നിലനിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ, വലിയ ഉയർച്ചകൾ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏത് പ്രശ്നങ്ങളെയും വളരെ ലളിതമായിട്ട് നമുക്ക് നേരിടാനാവും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. വളരെ ചെറുതെന്ന് തോന്നുന്ന, വളരെ സിമ്പിളെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണെങ്കിലും ജീവിതത്തിൽ നിങ്ങളിത് നടപ്പിലാക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.